ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിൽ ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്ട്. അപ്പോൾ 2 ദിവസമായിട്ടാണ്, തലേ ദിവസം രാത്രി പിറ്റേ ദിവസം ഡെയിലോ ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ പോകുന്നത് ലിഡിലിലേക്കാണ് ഷോപ്പിങ്ങിന്. അപ്പോൾ ലിഡിലും അതുപോലെ തന്നെ മോറിസണിലും ഓഫർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ലിഡിലിൽ എല്ലാ ഓഫറൊന്നും ആയിരുന്നില്ല, അത് മോറിസണിൽ നമ്മൾ മിക്കതും തന്നെ ഓഫറിൻ്റെ ഷോപ്പിങ്ങിൽ അത് കുറച്ച് നാളത്തേക്ക് കരുതി വെക്കാൻ പറ്റിയ സാധനങ്ങൾ അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടിയിട്ടു. അതുകൊണ്ടാണ് നമ്മൾ മോറിസണിൽ ഷോപ്പിങ്ങിന് വന്നത്. അപ്പം 2 പാർട്ടായിട്ടാണ്. അപ്പോൾ എൻ്റെ പാർട്ടും കൂടെ കാണാൻ മറക്കരുത്. എൻ്റെ പാർട്ടിലാണ് മോറിസണിൻ്റെ ഓഫറിൽ കിട്ടിയ സാധനങ്ങൾ, അത്യാവശ്യം മീറ്റ് സാധനങ്ങൾ, ബീഫ്, പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലിഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. കണ്ട ഒരുപാട് രാത്രിയെന്ന് തോന്നുമെങ്കിൽ 5:30 ആയപ്പോഴുള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ഞാൻ പൊതുവെ വീഡിയോയിൽ പറയാറുണ്ട് ഒരു 3:30 ആകുമ്പോഴേക്കും നല്ല രാത്രിയാവുന്നു. അപ്പോൾ 5:30 ആയപ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ലിഡിലിനകത്ത് കയറിയിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ എവിടെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലും നല്ല തിരക്കാട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി അങ്ങനെയുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. കേക്കാണോ ബ്രെഡാണോ ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സംഭവം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കണ്ടിട്ട് ഒരു കേക്കിൻ്റെ ലുക്കൊക്കെയാണ്. ചെറിയൊരു കേക്ക് പോലത്തെ ഒരു 1.5 താഴെ റേറ്റുള്ളൊരു കേക്ക്. അപ്പോൾ അത് ഞാനൊരു 3-4 വാങ്ങിച്ചിട്ടു. അപ്പോൾ നമ്മുടെ കോളീഗ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തില്ല. ചിലർ നമുക്ക് റെഗുലറായിട്ട് ഗിഫ്റ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചു തരുന്നവരുണ്ട്, നമ്മൾ തിരിച്ചൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചോക്കോ മോസ് എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിഡിലിൽ നിന്ന് 30 പൗണ്ടിന് സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു 1.5 പൗണ്ടിൻ്റെ ഒരു ക്രിസ്പ്സ്, അതായത് ചിപ്സ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ചിപ്സ് പോലത്തെ ഒരു സാധനം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 30 പൗണ്ടിൻ്റെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 1.5 പൗണ്ടിൻ്റെ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതിൻ്റെ കൂട്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് 30 പൗണ്ടിൻ്റെ സാധനം ഞാൻ വാങ്ങിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിട്ടില്ല കേട്ടോ. ഇതൊരു ഒരു പാക്കറ്റ് സ്വീറ്റ്സിൻ്റെ ഒരു സാധനം. സ്വീറ്റ്സ് ആണെങ്കിൽ സ്പൈസസ് ഒക്കെ ചേർത്തുള്ളത്, അതായത് സിന്നമൺ പോലത്തെ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു പാക്കറ്റ് സ്വീറ്റ്സിൻ്റെ ഒരു സാധനം എന്നിട്ട് ഇതിപ്പോൾ ഞാൻ റിക്കവറി, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് വെക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ഇങ്ങനെയുള്ള ക്രിസ്മസ് സീസൺ ആകുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഞാൻ അതുപോലെ എൻ്റെ സൈഡിൽ നിന്ന് ക്രിസ്മസിൻ്റെ ഒരു ചിലവെന്നുള്ള രീതിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോറിസണിൽ കയറിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു പോർക്ക് ലോയിൻ ജോയിൻ്റ്, അതായത് പന്നിയുടെ ഏതോ ഒരു ജോയിൻ്റ് എന്നാണ് തോന്നുന്നു. അതിന് നോർമലി 7 പൗണ്ട് പെർ kg ആണ്. അപ്പോൾ 10 പൗണ്ടിൻ്റെ സാധനമാണ്. ഇന്നപ്പോൾ അത് 5 പൗണ്ടിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഓഫറിൽ. ഇത് 2 ചീസിൻ്റെ ചുമ്മാ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്ത 2 ബിസ്ക്കറ്റുകളാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 പൗണ്ടാണ് ഒരെണ്ണത്തിന്. അപ്പോൾ 2 പൗണ്ടിന് 3 പൗണ്ട്. പക്ഷേ അത് ക്രിസ്മസിൻ്റെ ഒരു ഓഫറിൽ 2 പൗണ്ടിനാണ്. ക്രിസ്മസിൻ്റെ ഓഫറിനല്ല, അത് മോറിസൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് കിട്ടിയത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഞാൻ ഇത്തിരി മുമ്പേ കാണിച്ച ചെറിയ പാക്കറ്റുകളുടെ വലിയൊരു പാക്കറ്റ്, ഇതിന് 3 പൗണ്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബീഫാണ്. ബീഫ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 പൗണ്ടിൻ്റെ ഒക്കെ സാധനമായിരുന്നു. അപ്പോൾ അത് 7.69 പൗണ്ട്സിന് കിട്ടിയേക്കുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ വാങ്ങിച്ചേക്കണ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ബൾക്കായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുകയോ ചെയ്തേക്കണം. അതായത് കുറച്ച് നാളത്തേക്ക് ഓടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ വാങ്ങിച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ബീഫൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റേറ്റ് ആവും, 15-16 പൗണ്ട്. അതിൻ്റെ ആ ഒറിജിനൽ റേറ്റ് കാണിച്ചേക്കുന്ന റേറ്റ് നമ്മൾ അല്ലെങ്കിൽ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ഇരിക്കുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഞാൻ എപ്പോഴും ബീഫ് തന്നെ അല്ലല്ലോ വെക്കുന്നത്, മാറി മാറി വെക്കാം. അപ്പോൾ ഇപ്പോൾ അത് ഫ്രീസറിൽ കയറ്റി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഒരു ക്രിസ്മസ് പുഡിങ്ങും അതും ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിക്ക് വാങ്ങിച്ചേക്കണം കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് മോറിസണിൽ നിന്ന് വാങ്ങിച്ചേക്കണത്. അപ്പോൾ മോറിസണിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50-something പൗണ്ട്സ് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് 30 പൗണ്ട്സിന് കിട്ടി മോറിസൻ്റെ കാർഡ്, അതായത് ക്രിസ്മസിൻ്റെ ഓഫറിൽ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലിഡ്ലിയിൽ നിന്ന് വാങ്ങിച്ച ഷോപ്പിങ്ങിൻ്റെ കൂടെ എക്സ്ട്രാ വന്ന സാധനങ്ങളായിരുന്നു. ഇതൊരു ചോക്ലേറ്റ് ആണ്, 70% കൊക്കോ ആയിട്ടുള്ള ചോക്ലേറ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പുള്ള സാധനമാണ് കേട്ടോ, പക്ഷേ ഹെൽത്തി ആയിട്ട്, ചോക്ലേറ്റ്സിൽ ഹെൽത്തി ആയിട്ടുള്ള സാധനം. പിന്നെ ഇതൊരു ബിസ്ക്കറ്റ് ആയിരുന്നു, അതുപോലെ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്രിസ്മസ് സ്പൈസി ആയിട്ടുള്ള ബിസ്ക്കറ്റ്. നമ്മുടെ പോലത്തെ സ്പൈസി അല്ല കേട്ടോ, ക്രിസ്മസ് സ്പൈസി. അപ്പം അത് ഞാൻ ഓൾറെഡി വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് തിന്നായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് രാത്രി ലിഡിൽ പോയപ്പോൾ, അപ്പോൾ തന്നെ പൊട്ടിച്ച് തിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അവരെന്തൊക്കെ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.